കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിലെ പ്രതിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണ് സുജിത്തിനെതിരെ കേസുള്ളത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം നേരത്തെ മറുപടി നൽകി. ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂരമായി വേട്ടയാടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള മറുപടി നൽകിയത്. ബി അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതികൂട്ടിലാക്കിയൊരു വിഷയമാണ്. ഇന്ന് സഭയിൽ ഈ അടിയന്തര പ്രമേയത്തിനുള്ള ചർച്ചയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടിയ സാഹചര്യമുണ്ട്. ഇന്ന് സഭാ നടപടികൾ പൂർത്തിയായോ? പ്രത്യേകിച്ചും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അതോടൊപ്പം തന്നെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരവും പ്രഖ്യാപിച്ചിട്ടുള്ളോ? എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത് അരുൺ? സഭാകവാടത്തിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. കുന്നംകുളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും നേരത്തെയുള്ളതുമായ കസ്റ്റഡി മർദ്ദനങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പ്രതികളായ പ്രത്യേകിച്ച് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണം, സർവീസിൽ നിന്ന് അവരെ പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചത്. ആ ആവശ്യത്തിൽ തീർപ്പുണ്ടാകാത്തതിനാണ് സത്യാഗ്രഹ സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സഭാ ബഹിഷ്കരണ പ്രസംഗത്തിൽ വ്യക്തമാക്കി. സനീഷ് കുമാർ ജോസഫും അതുപോലെ AK അഷ്റഫുമാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നവർ. സഭാകവാടത്തിൽ ഇതിനകം തന്നെ സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞു. അനിശ്ചിതകാല സത്യാഗ്രഹമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പോലീസിനുള്ള നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും നഷ്ടമായി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് സംവിധാനം അറിയുന്നില്ലെങ്കിൽ ആ സംവിധാനം പിരിച്ചുവിടണം, അല്ല അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതാണെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം. ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. എന്നാൽ മുൻകാലങ്ങളിൽ, അതായത് സ്വാതന്ത്ര്യ സമര കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങൾ, പോലീസ് അതിക്രമങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ കാലത്താണ് ഏറ്റവും അധികം കസ്റ്റഡി മർദ്ദനങ്ങളും കസ്റ്റഡി കൊലപാതകങ്ങളും ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിയും ഇടത് MLA-മാരും വീറോടെ വാദിച്ചു. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് അടക്കമുള്ളവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭാ പ്രസംഗം, ചരിത്രപ്രസിദ്ധമായ 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അന്ന് അദ്ദേഹം MLA-ആയി മർദ്ദനമേറ്റ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് റോജി M. ജോൺ ഈ റൂൾ 50 നോട്ടീസ് അവതരണം ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെ മറ്റു പ്രതിപക്ഷ MLA-മാരും അക്കാര്യം ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഉള്ള ഒരാൾ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മർദ്ദനങ്ങൾ ഉണ്ടാകുന്നു? പോലീസിനെ കയറൂരി വിടുകയാണ്. പോലീസിനെ CPM നേതാക്കൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കരണത്തടിക്കുന്ന പോലീസ്, കോൺഗ്രസ് നേതാക്കളെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലീസ്. എന്ത് ഭരണമാണ് നടക്കുന്നത് ചോദിച്ചായിരുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ആഞ്ഞടിച്ചത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം, പീച്ചിയിലെ മർദ്ദനം തുടങ്ങി ഓരോ സംഭവം എടുത്ത് പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് രൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉയർത്തി. ഇത്തരത്തിൽ പ്രതികളാകുന്ന പോലീസുകാരെ ഉടനടി പിരിച്ചുവിടണം, അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ 144 പോലീസുകാരെ വിവിധ കാരണങ്ങളാൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് മുൻപൊരിക്കലും കേരളത്തിൽ മാത്രമല്ല ഇതുവരെ രാജ്യത്തൊരിടത്തും ഉണ്ടാകാത്ത നടപടിയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്റെ കാലത്തെ നടപടികൾ വിശദീകരിച്ചു. ഇപ്പോൾ ഈ കുന്നംകുളം പോലീസിനെതിരെ ഉള്ള ആരോപണത്തിലും അന്വേഷണം നടക്കുകയാണ്. ഇവർ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ, കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ പ്രതിപക്ഷം അതുകൊണ്ട് തൃപ്തരായില്ല. ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. പിരിച്ചുവിടാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സഭ ബഹിഷ്കരിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഈ സഭാകവാടത്തിൽ 2 MLA-മാർ, മഞ്ചേശ്വരം MLA AK അഷ്റഫും അതുപോലെ തന്നെ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും. പക്ഷേ ഇവിടെയും മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിക്കുന്ന ചില സമീപനങ്ങൾ മുഖ്യമന്ത്രി ഭാഗത്തുനിന്നുണ്ടായില്ല. പ്രത്യേകിച്ചും സുജിത്ത്, ഈ കസ്റ്റഡി മർദ്ദനത്തിനിരയായ സുജിത്ത് 11 കേസുകളിലെ പ്രതി എന്ന് പറയുന്നു. ഈ 11 രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സമരങ്ങളുമായി ബന്ധപ്പെട്ട, രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ആ കേസിനെ, അതായത് ഒരു ക്രിമിനലാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഈ രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസെടുക്കുന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശത്തിൽ സുജിത്ത് ഒരു ക്രിമിനലാണെന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. പക്ഷേ സമൂഹ മാധ്യമങ്ങളടക്കം പരിശോധിച്ചാൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിഷയത്തെ
എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? ഈ സമരം ഇന്ന് സത്യാഗ്രഹ സമരം ഇന്ന് പ്രതിപക്ഷം ആരംഭിക്കുന്നു. അതായത് കുന്നംകുളത്തെ മാത്രമല്ല, സമാനമായ രീതിയിൽ കസ്റ്റഡി മർദ്ദനത്തിന് ആരോപണ വിധേയരായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണം എന്നൊരാവശ്യത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? നടുങ്ങിയ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലെ കസ്റ്റഡികളിൽ നിരപരാധികളായ മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ട ഗൌരവതരമായ വിഷയമാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്നത്. ഈ സംഭവങ്ങളെല്ലാം ഏറ്റവും പാവപ്പെട്ടവരും നിരപരാധികളുമായ മനുഷ്യരെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇതുവരെ കേൾക്കാത്ത രീതിയിൽ അവരെല്ലാം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. കേരളത്തിന്റെ മനസാക്ഷിയെ വരെ ഞെട്ടിച്ച ക്രൂരമായ അക്രമ പരമ്പരകളുടെ വിവരങ്ങൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയാണ്. നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആ CCTV ഫുട്ടേജിന് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നത്. പോലീസ് പല CCTV ഫുട്ടേജുകളും നശിപ്പിക്കുകയും കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴും പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇത്രയും ദിവസം മൗനം പാലിച്ച മുഖ്യമന്ത്രിക്ക് ഇന്ന് മറുപടി പറയാൻ നിർബന്ധിതനായി. സെപ്റ്റംബർ 3-ാം തീയതി ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇന്ന് നിയമസഭയിൽ എത്തുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒട്ടകപക്ഷി മണ്ണിൽ തലപൂത്തി വെച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു നിയമസഭയിൽ മറുപടി പറയിപ്പിക്കും. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ദീർഘമായ പ്രസംഗം നടത്തി. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ 1920 മുതലുള്ള കഥകൾ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കേവലം 5 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴുള്ള സംഭവങ്ങളുടെ മറുപടി പറഞ്ഞത്. മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസിന്റെ പ്രശ്നങ്ങൾ, 1947 ശേഷമുള്ള പ്രശ്നങ്ങൾ, 57 ശേഷമുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടക്കുന്ന ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ്. എന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. 2 പീച്ചിയിലെ കേസിൽ ആ ഉദ്യോഗസ്ഥന് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുകയാണ്. പീച്ചിയിലെ സംഭവത്തിൽ, മൂവാറ്റുപുഴയിലെ സംഭവത്തിൽ കേസില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പല കേസുകളിലും ഒരു നടപടിയും എടുക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് കുന്നംകുളത്തെ കേസിൽ ഉറപ്പായി അവരെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചു